നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, താരിഖുസ് സ്വലാത്തി അലാ സിഹ്ഹതിഹി ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു. നിസ്കാരവും നോമ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നിസ്കാരവും മറ്റു കർമ്മങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. താരിഖുസ് സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, പൂർണ്ണമായ സ്വീകാര്യതയോടെ നിസ്കാരം നിർവഹിക്കാത്തവൻ, ലാ യഖ്ബലുല്ലാഹു തൗഹീദഹു, അവന്റെ തൗഹീദ് അല്ലാഹു സ്വീകരിക്കൂല. വലാ അമാനതഹു, അവന്റെ അമാനത്തും അല്ലാഹു സ്വീകരിക്കൂല. വലാ സദഖതഹു, അവന്റെ സദഖയും അല്ലാഹു സ്വീകരിക്കൂല. വലാ സിയാമഹു, അവന്റെ നോമ്പും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരം വളരെയധികം കരുതലോടെ ചിന്തിക്കണം. റമദാൻ ഷരീഫിലേക്കുള്ള ഒരു ഒരുക്കം കൂടിയാണ് നിസ്കാരം. എന്തേ തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് പറ്റാതെ പോകരുത്? തറാവീഹ് നിസ്കാരത്തിന് നമുക്ക് സുന്നത്തില്ലാത്ത ആളുകളായി മാറരുത്. ഒരുപാട് ഫർളുകൾ പരടിയിൽ കെട്ടിക്കൂടിയാൽ റമദാൻ അങ്ങ് വന്ന ഉസ്താദിനോട് ഒന്നും ആൾക്കാർ മനസ്സിലാക്കി, ഉസ്താദെ എനിക്ക് ഒരുപാട് നിസ്കാരം കളാറുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എന്നാ നീ കലാ വിട്ടിക്കോ. അൽഹംദുലില്ലാ, സന്തോഷം. ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദുള്ള മസല പറഞ്ഞതാണ്. അന്നെ എഹ്റുമുത്തത്തവു സുന്നത്ത് നിസ്കാരം ആറാമാന്നില്ലേ? സുന്നത്തായ ഏതെങ്കിലും നിസ്കാരം പറ്റുമോ ഫർദ് ഖളാ ഉള്ള ആൾക്ക്? തറാവിയിലെ ചോദ്യം വരുള്ളൂ. തറാവീന് മാത്രല്ല, എല്ലാ റവാത്തിബിനും എല്ലാ സുന്നത്തിനും ബാധകമാണത്. ഓരോ നിസ്കാരത്തിന് മുമ്പും പിമ്പും നിസ്കരിക്കുന്ന റവാത്തിബിന് ബാധകമാണ്. ഫർള് പെരടിയിലുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. നിസ്കാരം ചെറിയ വിഷയമല്ല. നിസ്കാരം കറക്റ്റ് പാലിക്കുമ്പോഴേ ആഖിറത്തിൽ ജയിക്കാൻ പറ്റൂ, ദുനിയാവിലും ജയിച്ചവരാകൂ. ഖുർആൻ ഷരീഫിൽ ഈമാനോട് ചേർത്തി പറഞ്ഞ്, വിജയത്തോട് ചേർത്തി പറഞ്ഞ്, അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ എണ്ണിപ്പറഞ്ഞ്, എവിടെങ്കിലും ഒരു സ്ഥലത്ത് സഹോദരങ്ങളെ നിസ്കാരം വിട്ടുപോയ ചരിത്രം കാണാൻ പറ്റൂല. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു എണ്ണി പറഞ്ഞൊരു വിഷയമാണ് നിസ്കാരം. മറ്റു പല അമലുകളും എണ്ണാത്തേടത്തും നിസ്കാരം അള്ളാഹു എണ്ണിയിട്ടുണ്ട്. എന്തേ കാരണം? നിസ്കാരം പ്രധാനപ്പെട്ട അവലംബമാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവർക്കും തമ്മിലെ വ്യത്യാസം അവര് കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? നിസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, അല്ലാത്തവൻ മുസ്ലിമല്ല. നമ്മുടെ കാഴ്ചപ്പാടല്ല, സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടാണ്. അവരങ്ങനെ പറയാറുമുണ്ട്, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും തർക്കുസ്സലാ. മുസ്ലിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ മുസ്ലിമോ എന്നവർ ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ടല്ലേ